അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് നേരത്തേക്ക് എന്തായാലും കളിയായിരിക്കും. അച്ഛനെ കുറേ നേരം കൂടി കാണുന്നതല്ലേ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അത്രയും ടൈം ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു കഴിച്ചിട്ട് പോകുന്ന വിചാരിച്ചു. ഒന്നും പറയാതെ കേട്ടോ പോകുന്നത് സർപ്രൈസായിട്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. 3 ചെറിയ സവാളയായിട്ട് എടുക്കുന്നത്, അത് നല്ലോണം അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ കുഞ്ഞ് തക്കാളിയും കൂടെ ചേർക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു തിക്നെസ്സും കളറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഓൾറെഡി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നാണെങ്കിലും ഒന്നും കൂടെ കഴുകിയെടുത്ത് നമ്മളതിലേക്ക് ഇതാ മസാലകളൊക്കെ ചേർക്കുകയാണ്. ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി വെക്കുക. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത്രയും സാധനങ്ങൾ കുറേശ്ശെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ് ചേർത്തില്ല എന്ന് ഓർത്തത്. നമ്മളിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നല്ലോണം മാറിനേറ്റ് ചെയ്തതിന് ശേഷം പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ആ സവാള അടുപ്പത്ത് വെച്ച് വഴറ്റുന്ന സമയം അത്രയും സമയം ഞാൻ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ, നമുക്ക് ടൈമില്ലല്ലോ. അപ്പോൾ ഇതാ ഇപ്പുറത്തെ പാനിൽ എണ്ണ ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പച്ചനും മോളും ഭയങ്കര കളിയാണേ. അവിടെ കിടന്ന് കളിക്കട്ടെ. നമുക്കൊരു എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ആദ്യം സവാള ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ടാട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുക. സവാളക്കകത്തേക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തല്ലോ, അപ്പോൾ കുറച്ച് ചേർക്കുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോഴത്തെ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ ഇതാ മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പം അത് നല്ലോണം വഴണ്ട് നല്ല സോഫ്റ്റായി കഴിഞ്ഞിട്ടാട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തു, ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറണം. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ വഴക്കായി അമ്മയടുത്ത് പോകണം. അച്ഛൻ പിന്നെ അവളെയും കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആക്കൊരു ചിരിയൊക്കെ വന്ന് നമ്മളതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം അതിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ആ വറുത്ത ചിക്കൻ്റെ പാനുണ്ടല്ലോ അതിൽ എണ്ണയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചുറ്റിച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂടി വെച്ച് വേവിക്കും. മൂടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ കൊടുത്ത് വാങ്ങിയെടുക്കുക. ഇനി നമുക്ക് കഴിക്കാം. അച്ഛയും മോളും ആദ്യമേ കഴിച്ച് മാറിയിട്ടുണ്ട്. ഞാൻ എന്താ കഴിക്കുവാണ്, പോകാൻ സമയമായി. ചിക്കനും ചക്കയും കൂടെ കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.